മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വേർപിരിഞ്ഞു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇവരെ സ്നേഹിക്കുന്ന ആരാധകർക്ക് അത് വിശ്വസിക്കാനായില്ല. ഫോർച്യൂണറിനു വേണ്ടിയുള്ള പുതിയ നാടകമാണ് ഇത് എന്ന് പറഞ്ഞൊക്കെ കളിയാക്കിയവരും നിരവധിയാണ്. ഇത്തവണ വളരെ ആലോചിച്ച് വളരെ പക്വതയോടെ മനസ്സിലാക്കി എടുത്ത തീരുമാനം തന്നെയാണ് ഇരുവരുടേതും. മറ്റുള്ള വ്ലോഗ് ചാനലിലുള്ളവരെ പോലെ പരസ്പരം കരിവാരിത്തേക്കാനോ അത്തരമൊരു വീഡിയോ ഒക്കെ ഇട്ട് റീച്ച് നേടാനോ ഇരുവരും ശ്രമിച്ചില്ല. പരസ്പര ബഹുമാനത്തോടെ ഉള്ള കാര്യം ഒരു പോസ്റ്റിലൂടെ ഇരുവരും വ്യക്തമാക്കുകയായിരുന്നു. സുജിൻ്റെയും പൊന്നൂസിൻ്റെയും ഈയൊരു വേർപിരിയലിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇവരുടെ കുടുംബം തന്നെയാണ്. വേർപിരിയൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പൊന്നൂസിന് നേരെ വളരെ മോശമായ രീതിയിലുള്ള ട്രോളുകളും വീഡിയോകളും ഒക്കെ പുറത്തിറങ്ങി. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുജിനും രംഗത്തെത്തി. പൊന്നൂസ് ഒരിക്കലും ഒരു മോശം കുട്ടിയല്ല, അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്, പരസ്പരം മുന്നോട്ട് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ എടുത്ത ഒരു തീരുമാനമാണ് എന്നും സുജിൻ പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ലെന്നും ഇരുവരെയും ചേർത്ത് നിർത്താനാണ് കുടുംബം ശ്രമിച്ചതുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സുജിൻ്റെയും പൊന്നൂസിൻ്റെയും വിവാഹമോചന പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ സങ്കടമറിയിച്ച് കുഞ്ചൂസും രംഗത്തെത്തിയിരുന്നു. സുജിനിൻ്റെ സഹോദരിയായ കുഞ്ചൂസിൻ്റെ പോസ്റ്റ് പൊന്നൂസ് പങ്കുവച്ചിരുന്നു. പ്രതീക്ഷ കൈവിടരുത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഞാൻ എന്നും നിനക്കൊപ്പം ഉണ്ടാകും എന്നുമായിരുന്നു കുഞ്ചൂസ് കുറിച്ചത്. പൊന്നൂസിനൊപ്പമുള്ള ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരുന്നു. എനിക്കറിയാം നീ എന്നും എനിക്കൊപ്പം ഉണ്ടാവുമെന്ന്. നീ എൻ്റെ ഭർതൃ സഹോദരി മാത്രമല്ല, എന്നെ ശരിക്കും മനസ്സിലാക്കിയ എൻ്റെ സ്വന്തം സഹോദരിയാണ് എന്നാണ് പൊന്നൂസ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാണോ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല, നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ്. ആ സമയത്തെല്ലാം പരസ്പരം താങ്ങും തണലുമായി നമ്മൾ നിന്നു. മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ എന്നും ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എന്നും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ നിനക്ക് കഴിയട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുന്നവരെല്ലാം എന്നും നിനക്കൊപ്പം ഉണ്ടാവും എന്നായിരുന്നു അടുത്തിടെ കുഞ്ചൂസിനെ കുറിച്ച് പൊന്നൂസ് കുറിച്ചത്.